സംരക്ഷിക്കാൻ അസീം മുനീർ ഇറാനുമായുള്ള എണ്ണ കരാർ ഉപയോഗിച്ചതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമായ വേളയിൽ സൗദി അറേബ്യയെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ രഹസ്യ ധാരണയുണ്ടാക്കിയെന്ന റിപ്പോർട്ട് പുറത്ത്. ദി ടൈംസ് ഓഫ് ഇസ്രായേലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ മധ്യസ്ഥതയിലാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു രഹസ്യ കരാർ ഒപ്പിട്ടതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയ്ക്കുള്ള തിരിച്ചടി എന്നോണം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാൻ സൗദി അറേബ്യയെ ആക്രമിക്കാതിരിക്കാനാണ് രഹസ്യ കരാർ. ഇതിനു പകരമായി നിലവിൽ ഇറാൻ എണ്ണയുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ എണ്ണ അനധികൃതമായി വിദേശത്ത് കയറ്റി അയക്കാൻ പാകിസ്ഥാൻ സൗകര്യമൊരുക്കും. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തലവൻ അഹമ്മദ് വാഹിദിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനുള്ള ബിസിനസ് ബന്ധമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് രഹസ്യമായി എണ്ണ കടത്തുന്നതിനുള്ള സംയുക്ത പങ്കാളിത്തം ഇരുവർക്കുമുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ വർഷം അവസാനം മുതൽ ഇറാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് രഹസ്യമായി എണ്ണ കടത്തുന്നതായാണ് കണ്ടെത്തൽ. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നതിനാൽ ഈ നിയമവിരുദ്ധ എണ്ണക്കച്ചവടത്തിലൂടെ ഇരുവരും വൻതോതിൽ പണം സമ്പാദിക്കുന്നതായും ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി സൗദി യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലെ സൗദി അറേബ്യയ്ക്കും നേരെയും ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യ കരാർ നിലവിൽ വന്നതോടെ കഴിഞ്ഞ 3 മാസമായി സൗദിക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായില്ല. 3 മാസത്തെ സമാധാനത്തിന് ശേഷം കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാൻ സൗദിക്ക് നേരെ ഒരു മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഇതോടെ ആക്രമണം തുടർന്നാൽ തങ്ങൾ തമ്മിലുള്ള സംയുക്ത എണ്ണക്കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അസീം മുനീർ ഇറാൻ സൈനിക മേധാവിക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പര പ്രതിരോധ കരാറുണ്ട്. ഇതനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. ഈ ഭീഷണിയെ തുടർന്ന് സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉടൻ എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിന് മറുപടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ബുദ്ധിശൂന്യമായ ആക്രമണത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനിലെ സുപ്രധാന നഗരങ്ങളിൽ 13ാം ദിവസവും അമേരിക്ക ആക്രമണം തുടരുകയാണ്. ക്രൂഡ് വില $100 കടന്നത് അതീവ ഗുരുതര സാഹചര്യമെന്ന് UN വിലയിരുത്തി. അടുത്തിടെയുണ്ടായ സംഘർഷത്തിൽ നിന്നും ഇറാൻ കൂടുതൽ കരുത്താർജിച്ചെന്നും ഹോർമുസ് കടലിടുക്കിനെ തന്ത്രപ്രധാനമായ പ്രതിരോധ മാർഗമായി ഉപയോഗിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ലോകം ഇപ്പോൾ അംഗീകരിക്കുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അവകാശപ്പെട്ടു. അതോടൊപ്പം ഇറാന്റെ ആണവ പദ്ധതിയും യുറേനിയം സമ്പുഷ്ടീകരണവും വിൽപ്പനയ്ക്കുള്ളതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ഡോക്യുമെന്ററി നിർമ്മാതാവ് ജവാദ് മൊഗൂയിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം യുദ്ധത്തിന്റെ ആദ്യ നാളുകളിലെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ചും ഇറാന്റെ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും തുറന്നു പറഞ്ഞത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നുവെന്നും ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നുവെന്നും അരാക്ചി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.